ഹലോ ഗായ്സ്, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്, സേഫാണ്, സുഖമായിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണതേ, ഞങ്ങൾ 4 പേര് കൂടിയിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ കുറേ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. വേറെ ഒന്നുമല്ല, പലരും പല അഭിപ്രായങ്ങളായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഓരോരുത്തരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോടൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 31 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. റെയിനുവിൻ്റെ ബുക്കാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ കൂടെ ഇവിടെ 3 ആൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് തുടങ്ങാം. അപ്പോൾ ഏറെക്കുറെ ഞങ്ങളെ കുറിച്ചിട്ട് ധാരണ കിട്ടും. മിക്കവാറും എൻ്റെ കുഴി ഞാൻ തന്നെ തോന്നുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കട്ടാ. അപ്പോൾ തുടങ്ങാന്ന് പറഞ്ഞേക്കുമ്പോൾ നിങ്ങൾ ഇത്ര ഇതിലിരിക്കൊന്നും വേണ്ട. ആരാദ്യം തുടങ്ങണേ? ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അത് നിങ്ങൾ ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണം? അപ്പൊ എന്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയണത് ഉസിത്താത്തനോട് ചോദിക്കാം. അവളല്ലേ ഇപ്പൊ ഞങ്ങളിൽ ഏറ്റവും മൂത്ത താത്ത. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞങ്ങളെല്ലാവരും ബർത്ത്ഡേ എനിക്ക് ഓർമ്മ ഉണ്ടാ? ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയണം ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഞങ്ങളെല്ലാവരും ബർത്ത്ഡേ പറയണം. കുട്ടികളുടെ എല്ലാവരും ഏതൊക്കെ പരിപാടികൾ വരുന്നുണ്ട് എന്നുള്ളത്. വെഡിങ് ആനിവേഴ്സറി ഇൻക്ലൂഡ് ആക്കണം കേട്ടോ. ഫെബ്രുവരി ജനുവരിയിൽ ആരെങ്കിലും ഉണ്ടാ? ജനുവരി 1 കറക്റ്റ് ആണെങ്കിൽ സെഫി നസാദ്യം പറയണം കേട്ടോ. ഓക്കെ ആണെന്ന്. ജനുവരി 1 ഫെബ്രുവരി 21 എസ്സ, മാർച്ച് 3 റംഷാദ് അളിയൻ, മാർച്ച് 4 റൂഹി ജൂബി, മാർച്ച് 10 ഫാറൂഖ് അളിയൻ, മാർച്ച് 21 റെയിനു, ഏപ്രിൽ 2 മാജി, ഏപ്രിൽ 18 എന്റെ നിക്കാഹ്, ഏപ്രിൽ 19 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, മെയ് 17 അർജു, മെയ് 26 ജെസി, ജൂണില്ല, ജൂലൈ ഇല്ല, ഓഗസ്റ്റ് ഇല്ല. ജൂണിൽ എന്റെ മാപ്പിള സോറി അടി, ജൂൺ 19 ശനി, പിന്നെ ജൂൺ 19, പിന്നെ ജൂലൈ, ഓഗസ്റ്റ് ഇല്ല, സെപ്റ്റംബർ 17 മോന്, 18 അത് തെറ്റിപ്പോയിട്ടാ. 2 വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. സെപ്റ്റംബർ 25 പടിമാടി വെഡിങ് ആനിവേഴ്സറി, സെപ്റ്റംബർ 30 സെഫിയുടെ വെഡിങ് ആനിവേഴ്സറി, പിന്നെ അതിൽ നിനക്ക് 100 മാർക്ക്. സെപ്റ്റംബർ ഒക്ടോബർ കഴിഞ്ഞ ഒക്ടോബർ 30 എന്റെ ബർത്ത്ഡേ, ഒക്ടോബർ നവംബർ 23 സെഫിയുടെ ബർത്ത്ഡേ, ഡിസംബർ 6 ഹാദി, ഡിസംബർ 10 ലൂയി. അതില് ഇത് 2 പേരെ വിട്ടുപോയി ബർത്ത്ഡേ. ഇപ്പാരുടെ എന്താ പറയാ, മെയിൻ ആൾക്കാരെ ഉമ്മാരുടെ. സോറി മെയ് എത്രാം തീയതി? മെയ് 20. ഓക്കെ സെറ്റ്. അപ്പൊ എല്ലാരും ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ, ഇനി നസറത്താത്താണ് കേട്ടാ. എല്ലാവരുടെയും നാളുകൾ ഓർമ്മ ഉണ്ട് എനിക്ക്? എന്നാ പറഞ്ഞ ആരൊക്കെ? ഉത്രാടം, ജെസി ഉത്രാടം, ഞാന് പൂരം, അന്റെ പറയാൻ എനിക്ക് ഇത്ര കൺഫ്യൂഷൻ. അവിട്ടം തവിട്ടില് നേടുന്ന. അപ്പൊ നമ്മൾ 4 ആള്. മോന് മകൻ പിറന്ന പിന്നെ റെയിനു രേവതി അല്ലേ, ആയില്യം, ഹാദി ഉത്രാട്ടാടി, അർജു അശ്വതി, പിന്നെ റൂഹിൻ ജൂഹിയും ഭരണി, ലൂയി മകം. അപ്പാര് ഉത്രാടം. അല്ല, ഉസൈപ്പ് ഉത്രാടം, അസൻപ്പ് വേറല്ലേ? അല്ല, മിനിറ്റ് മാറുമ്പോ മാറൂലേ? അത് ഇപ്പൊ മാരോട് ഉത്രാടം അത്രേ അറിയാം പോലും അറിയാം. ഒരു ജനിച്ച ഡേറ്റ് തന്നെ അവർക്കറിയില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും കഴിയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്ടാ, ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന ആള് പറഞ്ഞോളൂ. ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നത് ഇപ്പൊ ഞാനും കഴിക്കണ്ട്.
എന്നാലും ആ ഒരു അത് രണ്ടുപേരും നമ്മൾ 4 പേരും കഴിക്കണ്ട്. പക്ഷെ കൂടുതൽ ചോറ് ഒക്കെ തിന്നാൻ സേഫ് യൂസ് അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആള് ഉണ്ണി ഉസ്താദയാണ് എല്ലാവർക്കും ദേഷ്യമുണ്ട്, പല ദേഷ്യവും ഉസ്താദ് കുറച്ച് പ്രകടിപ്പിക്കും. ഞാനും പിന്നെ എന്താണ് കൂടുതൽ പോസിറ്റീവായ ആള്, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി എടുക്കുന്ന ആള്. അത് എല്ലാ കാര്യം പോസിറ്റീവ് ആക്കുക സേഫ് ചെയ്യണം. ഞാനാ അതെ ഞാൻ എന്റെ പേര് പറയാം. എല്ലാരും നെഗറ്റീവായി എടുക്കുന്ന ആള്. ആ, ആ. അത് ഓളെ എപ്പോഴും ആരെങ്കിലും അറിഞ്ഞാലോ കേട്ടാലോ പ്രശ്നമാവോ അങ്ങനെയുള്ള ഒരു മൈൻഡുള്ള കാരണമാണ് ഒക്കെ നെഗറ്റീവായിട്ട് പോണത്. പിന്നെ അടുത്തത് കൂടുതൽ ദീനി ബോധമുള്ള ആള്. അതുള്ളത് സിദ്ധാർത്ഥ. നമ്മളെ കൂട്ടത്തില് കൂടുതൽ ക്ഷമ, ക്ഷമ നസർദാത്ത. വേഗം സങ്കടം വരുന്ന ആള്. മാവി പെട്ടെന്ന് തെറ്റിപ്പോണ അത് സിദ്ധാർത്ഥ. ഓള് വിചാരിച്ച കാര്യങ്ങൾ അപ്പാണ് നടക്കണം. ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വൈരാഗ്യം പോലെ കൊണ്ട് നടക്കുന്ന പാമ്പിന്റെ പക ടെൻഷൻ കൂടുതലുള്ള ആള്. സിദ്ധാർത്ഥ. എന്തൊക്കെ ഇങ്ങനെ ഉണ്ടായിരുള്ളൂ. നല്ല ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആള്. മാജി ഇത് നിങ്ങളുടെ ഉണ്ടാക്കുമ്പോൾ ഫുള്ള് എന്ന് വേണ്ട. കൂടുതൽ എക്സ്പെൻസീവ് ആയ ആള്. അത് സെഫി. അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സെഫിക്ക് എല്ലാ കാര്യവും എക്സ്പെൻസീവ് തന്നെ. ഫുഡ് ആയാലും കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആള്. അത് ഞാനായിരിക്കും. ധൈര്യശാലി താത്ത. എല്ലാത്തിനും പേടിത്തൊണ്ടി. അത് താത്ത. വായിരുന്നാവ് ഏറ്റവും കൂടുതലുള്ള ആള്. ഞാൻ ഉപ്പേരി ആ സംസാരിച്ചിട്ട് ആളെ ഏറ്റവും കൂടുതൽ ഉറങ്ങണ ആള് ജസ്താത്തയാണ്. ജസ്റ്റ് ഒരു തക്കം കിട്ടിയ അപ്പൊ കിടന്നു ഞാൻ അതവിടെ പോസിറ്റീവ്. 1 hour later. അതില് ഞങ്ങളെ 4 പേരാവും ആൻസർ. 4 പേരിൽ ഒരാളാണ് ആ ക്വസ്റ്റിന്റെ ആൻസർ. അത് കുഞ്ഞാപ്പ പറഞ്ഞാൽ മതി. ഞങ്ങൾ ആ ചോദ്യം ഞങ്ങളിൽ ആർക്കാണ് അനുയോജ്യമായിട്ട് വരുന്ന ഉത്തരം എന്ന് ഇപ്പൊ പറഞ്ഞാൽ മതി. എന്തൊക്കെ അതൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഏറ്റവും കൂടുതൽ ഉറങ്ങണ ആള് ഞങ്ങളേല്. ഏറ്റവും കൂടുതൽ ഉറങ്ങണാണോ? ആ എപ്പോഴും ഉറങ്ങണത്, കൂടുതൽ നേരം കിടന്ന് ഉറങ്ങാനൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചോദിച്ചാ ജെസിയോ? ആദ്യം തന്നെ എന്റെ നേരക്കാണല്ലോ. ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന ആള്. ഇറങ്ങണ സിനിമ. ജെസി, ഉസി. ഉസിയുണ്ട് സെഫിയുണ്ട്. അല്ല ഓക്കെ. ഏറ്റവും നന്നായി കുട്ടികളെ നോക്കണ ആള്. ആദ്യമൊക്കെ പറ്റുന്നുണ്ട് സംരക്ഷിക്കണ നോക്കാൻ. ഏറ്റവും കൂടുതൽ വസ്വാസുള്ള ആള്. ഒസ്വാസോ? വൃത്തി. ഒസ്വാസ്. വൃത്തി എന്ന് പറയാൻ പറ്റില്ല, വൃത്തി കുറച്ച് കൂടിയാണ് ഉണ്ടാവില്ല. വസ്വാസിക്ക് ചെയ്ത് തന്നെ ചെയ്തോണ്ടിരിക്കുക. തുടച്ചുമ്പോ വീണ്ടും തുടച്ചോണ്ടിരിക്കുക. ഞങ്ങളറിവിൽ ഒരാളുണ്ട് എന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ഉസ്താത്ത. ഉസിയാണ്. ദണ്ണക്കൊട്ട. ദീനാമ പേര് പഠിപ്പിച്ച്. 14 ഏറ്റവും നല്ല ഡ്രസ് സെൻസ് ഉള്ള ആള്. നല്ല ഡ്രസ് നന്നായി ചെയ്യുന്ന ആള്. നല്ല ഡ്രസ്. ഇപ്പൊ ഡാൻസ് മൊത്തം മാജിയും. ഞങ്ങൾ 4 പേര് 4 ടൈപ്പ് ഡ്രസ്സുകളാണ്. 4 കോല. അതിൽ ഏറ്റവും നന്നായി ഡ്രസ്സ് ധരിക്കണതാരാ? അനിയമാജ ഡ്രസ്. മാജല്ലേ? മാജിയോ? പാട്ടുകാരി. പാട്ടുകാരിയല്ല. ഉച്ചുമ്മ. ഏറ്റവും നന്നായി രക്ഷിതാക്കളെ നോക്കണ ആള്. അതിലേക്ക് ഒരു പ്രതീക്ഷയില്ല. കുറച്ചേലും നന്നായിട്ട് കൂട്ടത്തില് രക്ഷിതാക്കളെ കെയർ ചെയ്യുന്ന ആള്. ഓലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാള്. ഹോസ്പിറ്റലിലേക്ക് പോണതും ഡോക്ടറെ അടുത്ത് കൂടെ പോണൊന്നും ഉണ്ടാവില്ല.
അതിപ്പോ ഞങ്ങള് പറഞ്ഞ ഒരാളാണ് പറഞ്ഞു അല്ല ഇല്ല നമ്മള് അല്ലാതെ പറയുള്ളൂ. സാഹചര്യം ഓക്കെ എല്ലാരുടെയും കണ്ണിലുണ്ണി. എല്ലാരും കണ്ണിലുണ്ണി. 4 പേരിലാരെ കണ്ണിലുണ്ണി. നാലാളെ കണ്ട ആരാണ് നിങ്ങള് മോശം കണ്ടത്? അല്ലല്ല, ഞാനും കണ്ണിലുണ്ണി ഉണ്ട് ഇവിടെ. കണ്ണിലുണ്ണി. എൻ്റെ ഇവിടെ എല്ലാവർക്കും ഒന്നും കൂടി ഒരു ഇഷ്ടമുള്ള ഒരാൾ ഇവിടെ ഉണ്ട് 4 പേരില്. അതിന് ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുകളുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ തെളിവുകളുണ്ട്. കണ്ണിലുണ്ണി അങ്ങനെ നോക്കുന്നു. അല്ല എടി ഇപ്പാക്ക് നമ്മൾ 4 പേരും ഒരേപോലെ മാജി പറ. അത് മാജി. ഹെൽത്തോ സ്ട്രോങ് ആയിട്ട് ആള് ഹെൽത്തി ആയിട്ടുള്ള ആള്. ഹെൽത്ത് മാജിന്നെ എന്ത് പക്ക അങ്ങണ്ടാത്തി. അല്ല ഹെൽത്ത് കൊല്ലണം പോലെ. മാജി പണ്ട് മാജിന് തന്നെ ഇരുന്നല്ലേ. മാജി ഹെൽത്തി പറഞ്ഞാൽ അതിന് കാര്യങ്ങളുണ്ട്. ആരാ വരുന്നേ? അൽമാസ് അൽമാസോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതെന്താണ്? ഞങ്ങളിലൊക്കെ ബർത്ത്ഡേ പാക്ക് അറിയോ? അത് ഒട്ടും അറിയണ്ടാവില്ല. എന്റെ ബർത്ത്ഡേക്ക് മെയിൻ ആയിരുന്നു വെച്ചാൽ ഇതിനാദ്യം പറ്റില്ല അങ്ങനെ പറയല്ല. ഒക്ടോബർ ഉണ്ടോ ഒന്നോ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാ. അല്ല ഇപ്പാടെ ഓർമ്മശക്തി. ഒക്ടോബർ ആണ്. ആ അത് മാസെങ്കിലും അറിയോ? ദിവസം വേണ്ട, മാസം. ഞങ്ങൾ ഒക്ടോബർ ആ ഇന്റെ നിന്റെ അറിയോ ഞാൻ നിന്റെ കുഞ്ഞാപ്പാക്ക് അറിയാം മാസം. ഏപ്രിൽ ഫുളിന്റെ പിറ്റേ ദിവസം. ഓർമ്മയിലേക്ക് ഇന്ന് ഏതെങ്കിലും ഒരു പേരക്കുട്ടിയുടെ ബർത്ത്ഡേ. ഇപ്പാക്ക് 7 പേരക്കുട്ടികൾ ഇപ്പൊ ഉണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒരാളെ ബർത്ത്ഡേ പറയും. ഇതിൽ ഞാൻ തോറ്റി. ഇപ്പാക്ക് നമ്മൾ 4 പേരെ മാത്രമേ അറിയുള്ളൂ. ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാരാ? ഞങ്ങൾ 4 പേരില്ലേ. അത് ശരി, അത് കാണും. പിന്നെ ജയില് വിഷമിക്കരുത്. ദീനി ബോധം അത് വിഷമക്കാട് മാറി. ടെൻഷൻ കൂടുതലുള്ള ആള്. ടെൻഷൻ എന്തിനും ഏതിനും എക്കാസക്ക. ഇക്ക് ടെൻഷനാ ഇന്റെ കാര്യത്തില്. ആവശ്യമില്ലാതെ പാമ്പിന്റെ പാകായിരിക്കപ്പ. ഞങ്ങള് ആലോചിച്ച് വെച്ച് പാമ്പിന്റെ വക ആ എന്തേലും ദേഷ്യമൊക്കെ ഭാഷയൊക്കെ കൊണ്ടുനടക്കുന്ന ആളാരാണ്? അങ്ങനെ ഒരാൾക്കാരില്ല. ആവശ്യമില്ല. പേടിത്തൊണ്ടി. ആരാ വീടിലുണ്ട്? ധൈര്യശാലി. ധൈര്യശാലി മാജി ബ്യൂട്ടി കോൺഷ്യസ്. അത് ഓള് വീഡിയോഗ്രാഫർ. വായിലനാവ്. വായനാവ് പെട്ടെന്ന് തെറ്റി പോണാള്. ഞാനും തെറ്റിപ്പോലെ ഇവളാണ് സങ്കടം വരുന്ന ആള്. സങ്കടം വരുന്ന ആള് മാജി. ക്ഷമ. ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ആള്. ഞാനോ? ഇവളാ എവിടം കൊണ്ട് ക്ഷമയുള്ള ആളില്ല. പിന്നെന്താ? ദേഷ്യം ഏറ്റവും കൂടുതൽ. ദേഷ്യം 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 ആ അല്ല ഞങ്ങളറിയില്ല. ഇതാരടി നല്ല ഉള്ളൂ. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. കഴിഞ്ഞോ? വൈൻഡപ്പ് ചെയ്യണോ? എന്തെങ്കിലും എവിടെയാ കൂടുന്നത്? അത് കഴിഞ്ഞാ ലേസ് ഞങ്ങൾ 4 പേരും വെച്ചിട്ടാണ് ഗെയിം തുടങ്ങിയത്. ഉപ്പ വന്ന് നോക്കുമ്പോൾ ഉപ്പാനെ ഞങ്ങളവിടെ ഇരുത്തി. അപ്പോൾ ഉപ്പാൻ്റെ കാഴ്ചപ്പാട് വേറെ, ഞങ്ങൾ 4 പേര് ഇടയിലുള്ള കാഴ്ചപ്പാട് വേറെ. അതുകൊണ്ടാണ് പല അഭിപ്രായങ്ങളും വന്നത്. എങ്കിൽ കൂടി എന്തെന്ന് പറയുക, മൂത്തമ്മാനോടും ഉമ്മാനോടും ഉപ്പമ്മാനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും വേറെ കാഴ്ചപ്പാടായിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞങ്ങൾ ആ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.